നമസ്കാർ, ഞാൻ ഹരിത. ഹിന്ദി വിത്ത് ഹരിത എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ രൂരു എന്ന കഹാനിയിൽ നിന്ന് പരീക്ഷയ്ക്ക് വരാൻ വളരെ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് പഠിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ആ ചോദ്യം വായിച്ച് അതിൻ്റെ ഉത്തരം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് പഠിക്കാം. അമ്മ കെ പാസ് പഹുച്ചായേം ലിഖേം. അമ്മയുടെ അടുത്ത് എത്തിക്കാനും എഴുതാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഈ ചിത്രം നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ കങ്കാരുവിന്റെ കുഞ്ഞിനെ അതിന്റെ അമ്മയുടെ അടുത്ത് എത്തിച്ചിട്ടുണ്ട്. കങ്കാരുവിന്റെ കുഞ്ഞിനെ എന്താ പറയാ? ജോയ്സ് എന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെ അമ്മയുടെ അടുത്ത് എത്തിച്ച് കങ്കാരു എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ബാക്കിയുള്ള 3 എണ്ണം നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. അതിന്റെ പേരുകൾ എഴുതി കൊടുത്ത് അതിന്റെ കുഞ്ഞിനെ അമ്മയുടെ അടുത്ത് എത്തിക്കേണ്ട കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഓരോന്നിന്റെയും പേര് എഴുതി കൊടുക്കാം. ഇവിടെ രണ്ടാമത്തെ ഇതില് നായയുടെ ചിത്രമാണല്ലോ തന്നിട്ടുള്ളത്. നായക്ക് ഹിന്ദിയിൽ കുത്ത എന്നാണ് പറയുന്നത്. നായയുടെ കുഞ്ഞിന് പില്ല എന്നുമാണ്. ഇപ്പോൾ നമ്മുടെ ഇത് രൂരു എന്നുള്ള കഹാനിയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കഹാനിയിൽ നിന്ന്, ആ സ്റ്റോറിയിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യമാണത്. മൂന്നാമത്തെ ചിത്രം പൂച്ചയുടെ ആണല്ലേ. പൂച്ചയ്ക്ക് ഹിന്ദിയിൽ ബില്ലി എന്ന് പറയും. പൂച്ചയുടെ കുഞ്ഞിനെ ബിലോട്ട എന്നാണ് വിളിക്കുന്നത്. അടുത്തതായിട്ടുള്ള ചിത്രത്തില് കോഴിയുടെ ആണല്ലേ. കോഴിക്ക് ഹിന്ദിയിൽ മുർഗി എന്ന് പറയും. കോഴിയുടെ കുഞ്ഞിനെ ചൂസ എന്നാണ് വിളിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ തന്നിട്ടുള്ള ഓരോ ജീവികൾക്കും ഹിന്ദിയിൽ എന്താണ് പറയാന്ന് മനസ്സിലായല്ലോ. ഇപ്പൊ നമ്മുടെ മലയാളത്തിലുള്ളതുപോലെ നായക്കുട്ടി, പൂച്ചക്കുട്ടി, കോഴിക്കുട്ടി അങ്ങനെയല്ല പറയാ. ഹിന്ദിയിൽ അതിനൊക്കെ വേറെ വേറെ വാക്കുകളുണ്ട്. ഇപ്പൊ കോഴിയുടെ കുട്ടിയെ ചൂസ എന്നും പൂച്ചയുടെ കുട്ടിയെ ബിലോട്ട എന്നും കങ്കാരുവിന്റെ കുഞ്ഞിനെ എന്താ വിളിക്കുക? ജോയ്സ് എന്നാണെന്നും നായയുടെ കുഞ്ഞിനെ പില്ല എന്നാണ് വിളിക്കുന്നത് എന്ന് നിങ്ങൾ ഓർത്ത് വെക്കുക. നമ്മുടെ ചോദ്യം അമ്മയുടെ അടുത്ത് എത്തിക്കാനും എഴുതാനും ആണല്ലേ. അപ്പൊ നമുക്കിനി ഓരോ കുഞ്ഞുങ്ങളെയും അമ്മയുടെ അടുത്ത് എത്തിക്കുന്നത് പോലെ വരച്ചു കൊടുക്കാം. ഓരോ കുഞ്ഞും അതിന്റെ അമ്മയുടെ അടുത്ത് എത്തുന്നത് പോലെ ചിത്രം വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളും അത് നോക്കി വരയ്ക്കുക. പിന്നെ നായയുടെ ചിത്രത്തിന് താഴെ കുത്ത എന്നും പൂച്ചയുടെ ചിത്രത്തിന് താഴെ ബില്ലി എന്നും കോഴിയുടെ ചിത്രത്തിന് താഴെ മുറുകി എന്നും നിങ്ങൾ തെറ്റാതെ എഴുതി കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് ഞാൻ ക്ലാസ് എടുത്ത് തന്നിട്ടുള്ളത് നന്നായിട്ട് പഠിച്ചിട്ട് തന്നെ പരീക്ഷയ്ക്ക് പോകാൻ ശ്രമിക്കുക. എല്ലാ ചോദ്യങ്ങൾക്കും നിങ്ങൾ എന്ത് ചെയ്യുക? നന്നായി വായിച്ചിട്ട് തന്നെ ഉത്തരങ്ങൾ എഴുതാൻ ശ്രമിക്കുക. ഓരോ പോയിന്റും എന്ത് ചെയ്യുക? നന്നായി ശ്രദ്ധിക്കുക വേണം. അപ്പോഴാണ് നമുക്ക് തെറ്റാതെ ഉത്തരങ്ങൾ എഴുതാൻ പറ്റുക. അപ്പം എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് പരീക്ഷയ്ക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഞാൻ ക്ലാസ് എടുത്ത് തന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതെന്നെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ നിങ്ങൾ മറന്നു പോകരുത്. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം.